എല്ലാവർക്കും നമസ്തേ. ഹാപ്പി ബി ഹാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. ഒറ്റപ്പിലാൻ എന്ന സ്ഥാനികനെക്കുറിച്ചും മലോം ദൈവസ്ഥാനത്തെക്കുറിച്ചുമാണ് ഈ വീഡിയോ. ഉത്തര കേരളത്തിലെ ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ മഹാശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഒറ്റപ്പിലാ മലയുടെ അധിപതിയാണ് ഒറ്റപ്പിലാൻ എന്ന കുറിച്യ സമുദായ സ്ഥാനികൻ. മലോം ദൈവസ്ഥാനത്തും കൊട്ടേരിക്കാവിലും മലക്കാരി ദേവസ്ഥാനത്തും ഒറ്റപ്പിലാനാണ് തന്ത്രിയും പൂജാരിയും. പൂണൂലില്ലാത്ത തന്ത്രി എന്ന് ഒറ്റപ്പിലാൻ സ്ഥാനികനെ വിശേഷിപ്പിക്കാറുണ്ട്. ഈ ദേവസങ്കേതങ്ങളിൽ മറ്റുള്ളവർക്ക്, അതായത് ബ്രാഹ്മണർക്ക് പോലും പൂജാതി കർമ്മങ്ങൾ നടത്താനുള്ള അവകാശമില്ല. നീരെഴുന്നള്ളത്ത്, ചോതിദീപം തെളിയിക്കൽ എന്നീ പ്രാരംഭ ചടങ്ങുകളിൽ പ്രമുഖ സ്ഥാനം ഒറ്റപ്പിലാൻ എന്ന ഈ സാമുദായിക സ്ഥാനികൻ വഹിക്കുന്നു. വാവലിക്കെട്ട്, അഭിഷേകങ്ങൾക്കുള്ള മുളമ്പാത്തി സമർപ്പണം, തിടപ്പള്ളി, ഞെട്ടിപ്പനയോല കൊണ്ട് മേയാൻ തുടക്കമിടുന്നത് എന്നിങ്ങനെ പ്രാധാന്യമേറിയ നിരവധി ചുമതലകളിലും ഉത്സവ സമാപന വേളയിലെ നിഗൂഢ കർമ്മങ്ങളിലും ഈ സ്ഥാനികന് മുഖ്യ പങ്കാളിത്തമുണ്ട്. കൊട്ടിയൂരിലെ കുറിച്യ പ്രമുഖനായ ഒറ്റപ്പിലാൻ സ്ഥാനികന് വൈശാഖ ഉത്സവ ചടങ്ങുകളിൽ പ്രഥമമായ പ്രാമാണിക സ്ഥാനം കൽപ്പിച്ചു നൽകിയിട്ടുണ്ട്. അതെ, എൻ്റെ പേര് സജിത്ത് കുമാർ, ഏച്ചൂര്. ഒരു യൂട്യൂബിൻ്റെ ഞാനൊരു ഓൺലൈൻ ഏച്ചൂര്, കണ്ണൂർ തന്നെ, മട്ടന്നൂരിൽ നിന്ന് കണ്ണൂർ പോകുന്ന വഴിക്ക്. അതെ 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 അതെ. ഇവിടുത്തെ ഈ കയ്യാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയംഭൂ കണ്ടെടുത്ത പാരമ്പര്യമാണ്. ശിവലിംഗം കണ്ടെടുത്ത. പിന്നെ ഇവിടുത്തെ വഴിപാട് എന്ന് പറഞ്ഞാൽ ശൂലം ഒഴിഞ്ഞു കുത്തലാണ്. ശൂലം ഒഴിഞ്ഞിട്ട് ഒഴിഞ്ഞു കുത്തുക. വലത്തുനിന്ന് ഇടത്തോട്ടേക്ക് 3 പ്രാവശ്യം ഒഴിയും. ഇടതു ഭാഗം ശിവന്റെ സ്ഥാനമാണ്. ഇടതു ഭാഗം ശിവന്റെ സ്ഥാനം, വലത് പാർവതി. അതുകൊണ്ട് ശിവന്റെ ആ ഭാഗമാണ് നമ്മൾ ഒഴിയുന്നത്. ആകർഷണ ബലമാണ് ഇതിനകത്ത്. അത് ശരി. അധികമായിട്ടുള്ള ആകർഷണം, ശത്രുദോഷം തീർന്നു കിട്ടുന്നു. അങ്ങനെയാണ്. പാർവതി ദേവി ശത്രുവിനോട് പോരാടി നിൽക്കുന്ന സമയത്ത്, രക്ഷയില്ലാത്ത സമയത്ത് ശിവൻ ശൂലം കൊടുത്തിട്ട് അനുഗ്രഹം കൊടുത്തതാണ്. ഓ, അങ്ങനെയാണ്. അങ്ങനെയാണ് അതിന്റെ കൺസെപ്റ്റ് അല്ലേ? അങ്ങനെയാണ് അതിന്റെ ഐതിഹ്യം അല്ലേ? ശരി. അപ്പൊ ഇത് ആർക്കൊക്കെ ചെയ്യാന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇത് എല്ലാവർക്കും ചെയ്യാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ശത്രുദോഷം ഉള്ളവർക്കും ചെയ്യാം, ഇല്ലാത്തവർക്കും ചെയ്യാം. 1 വർഷം വരെ അതിന് കാലാവധി. 1 വർഷം. അടുത്ത വർഷം വന്നാൽ ആദ്യം ഇനി നമ്മൾ ചെയ്യാം. അത് ശരി. ഭക്തരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ചെയ്യാം അല്ലേ? അപ്പൊ ഇതിനെ എന്താണ് അതിന്റെ, എങ്ങനെയാണ് ഇത് കഴിപ്പിക്കുന്നത്, എങ്ങനെയാ നമ്മൾ ചെയ്യിപ്പിക്കുന്നത്? ദക്ഷിണ എത്ര, അങ്ങനെയൊന്നുമില്ല. ദക്ഷിണക്കൊന്നും കണക്കൊന്നുമില്ല. ഒന്നുമില്ല. അത് ശരി. കണക്കില്ല. അതെ, ഞാൻ ഒരാൾ അറിയുകയാണെങ്കിൽ അയാൾക്ക് അറിയണല്ലോ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് അങ്ങനെ ചോദിച്ചത്. വേറെ തരത്തിലൊന്നും വിചാരിച്ചു. 3 തവണ വലത്തുനിന്ന് ഇടത്തോട്ടേക്ക്. അത് ശരി. വലത്തുനിന്ന് എങ്ങനെയാ ഇങ്ങനെ എങ്ങനെയാ ശുദ്ധി കാണിച്ചേ? ഇങ്ങനെ ശിവന്റെ ഭാഗം ഒഴിഞ്ഞിട്ട് വരിക. അറിയില്ല, പറയണം. ഇത് 3 പ്രാവശ്യം നമ്മള് അച്ഛനും അമ്മനെ നമ്മൾ വലം വെക്കുമ്പോ ഒരു ആകർഷണ ബലമാണ്. അത് ശരി. വലം വെക്കുമ്പോ ആകർഷണ ബലം കിട്ടാൻ. അതെ അല്ലേ? നമ്മളിപ്പോൾ പണ്ട് കാലങ്ങളിലെല്ലാം നമ്മൾ ഈ കുട്ടികൾക്ക് ഒരു അച്ചവടക്ക് ഒതുക്കം വരാൻ വേണ്ടിയിട്ട് നേരം വെളുത്ത് കഴിഞ്ഞാൽ കാരണവരുടെ കാല് തൊട്ട് വന്നിപ്പിക്കുന്നു. അതെ, അതുണ്ട്. അതെ, ഇപ്പൊ എല്ലാവരും ചെയ്യുന്നില്ല. ചെയ്യുന്നവരുണ്ട്. അതെ അതെ അതെ. നമുക്ക് അതിനെ കുറിച്ചുള്ള ആന്തരികമായ അർത്ഥം ആർക്കും അറിയുന്നില്ല. നമ്മൾ ഈ ചെയ്യുന്നതിന്റെ മാതാപിതാ ഗുരു ദൈവം. അപ്പൊ മാതാപിതാവായിട്ടുള്ള ഒരു അടുപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെയാണ്. ഒറ്റപ്പിലാൻ സ്ഥാനികനിൽപ്പെട്ടതാണ് നിങ്ങൾ? ഞാനല്ല, എന്റെ അച്ഛനാണ്. അത് ശരി. അവര് ഉറങ്ങുമായിരിക്കും അല്ലേ? വേണ്ട.
മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്. മനസ്സിലാവുന്നു. ഒറ്റയ്ക്ക് ചെന്നിട്ടാണ് കാട് വനത്തിൽ കൂടി പോയിട്ട് അതുകൊണ്ട് ആ പേരെങ്ങനെ വന്ന്? അതുകൊണ്ടാണ് ഒറ്റപ്രായം എന്ന് ഓ പറയുന്നത്. അങ്ങനെയല്ലേ, ഒറ്റയ്ക്ക് പോയിട്ട് കാട്ടിൽ പോയിട്ട് കണ്ടതുകൊണ്ടാണ് നായാട്ടിന് പോയപ്പോൾ ഒറ്റയ്ക്ക് ചെന്ന് കണ്ടതാണ്. ആ പേര് വരാനുള്ള കാരണം എങ്ങനെ? മൂർച്ചയുണ്ടോ നോക്കാൻ വേണ്ടി ഇങ്ങനെ ഉറച്ചു വെക്കാം. അപ്പൊ ആ കല്ലിന്ന് രക്തം വന്നു. അമ്പ് അരച്ചതാ അങ്ങനെ. ഓ അത് ശരി. അത് തിരിച്ചിട്ടപ്പോ പാല് വന്നു. നെയ്യ് ഇതാക്കിയിട്ടൊന്നും പിന്നെ രക്തം ഇളനീരിനാണ് അതുകൊണ്ടാണ് ഇവിടെ ഇളനീരാട്ടത്തിന് വലിയ പ്രാധാന്യം. അത് ശരി. ആ ഇളനീർ കൊണ്ടത് കൂട്ടാൻ തീയ സമുദായത്തിൽപ്പെട്ട നേരം കൊണ്ട് ആവശ്യം ചെയ്തിരുന്നു. യാഗം നടന്ന സ്ഥലം. ശേഷമാണ് ഈ സംഭവം സ്വയംഭൂവൽ കണ്ടെത്തുന്നത്. യാഗം നടന്നതിന് ശേഷം. അതെ അല്ലേ, യാഗം നടന്നതിന് ശേഷം ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ശേഷം അപ്പൊ അതായത് യാഗം കഴിഞ്ഞ് പിന്നെ ശിവൻ തപസ്സിന് പോയി. അതിനുശേഷം ഈ സ്ഥലം പിന്നെ എല്ലാം മൂടപ്പെട്ടു, വനാന്തരത്തിലായി. അങ്ങനെ കുറിച്യ സമുദായത്തിൽപ്പെട്ട അതിൽപ്പെട്ട നായാട്ട് പോകുമ്പോഴാണ് ഇങ്ങനെ അമ്പ് വരയ്ക്കുമ്പോഴാണ് ഇത് കണ്ടിട്ട് ഭഗവാൻ നമ്മളെ ക്ഷമിച്ചിട്ടുള്ളത്. നമ്മളോട് ബഹുമാനിച്ചിട്ടാണ് ഭഗവാൻ ഉള്ളത്. ശിവലിംഗം കുറച്ച് ചെരിഞ്ഞു. അപ്പൊ നമ്മൾ ശരിക്കും നേരെ നിന്നിട്ട് തൊഴുതാൻ പാടില്ലെന്നാണ്. നേരെ ഇങ്ങനെ നിന്ന് നമുക്ക് ധിക്കാരായി. കുറച്ചിങ്ങനെ അത് ശരി. ബഹുമാനം വരും. അത് ശരി, അങ്ങനെയാണല്ലേ. ശിവലിംഗം നമ്മൾ വണങ്ങിയിട്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്? ശിവലിംഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്? നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഭഗവാൻ അതായത് ആന പോലും പിടിച്ചിട്ട് പോലും ഇറങ്ങിയിട്ടില്ലെന്ന് പറഞ്ഞു. ഇവിടുത്തെ ശിവലിംഗം സ്വയംഭൂ ശിവലിംഗം. അത് ശരി. ആന പിടിച്ചിട്ട് പോലും ഒന്നും അനങ്ങിയിട്ടില്ല. പിടിയാൻ വന്നപ്പോൾ ചെറിയൊരു സ്ത്രീ എന്ന നിലയിൽ പരിഗണന കൊടുത്തു. അത് ശരി. അങ്ങനെയാണ്. എന്തൊക്കെയാണല്ലേ. പിടിച്ചിട്ടൊന്നും പിന്നെ സ്വാമീന്റെ പേരെന്താ? രമേശൻ. ശരി. അപ്പൊ നിങ്ങൾ ഈ ഇതിലിപ്പം അനന്തരാവകാശികളായിട്ടാണോ ഇത് പോവുക? മരുമക്കത്തായത്തിലാണ്. ഓ അത് ശരി. മക്കത്തായത്തിൽ വരുന്നില്ല അല്ലേ. അത് ശരി. അപ്പോ മക്കത്തായത്തിൽ വന്നപ്പോൾ ഞാനൊരു മോനല്ലേ ഉള്ളൂ. അതാണല്ലേ. മരുമക്കത്തിലാകുമ്പോ ഏതെങ്കിലും ഒരു തലമുറ ആരെങ്കിലും ഉണ്ടാവുമല്ലോ. അത് ശരി. അപ്പൊ നമ്മളൊന്ന് ശൂലം കുത്തട്ടെ. ഒന്ന് ശൂലം കുത്തുകയാലോ, നമുക്കും ചെയ്യാലോ. അത് നമ്മൾ ചെയ്തിട്ട് ദക്ഷിണ വെക്കുക അല്ലേ. ശരി. മലോദൈവം ഇവിടെ മലദൈവ മുത്തപ്പനും മലോൻ ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താന്ന്? ഓ മലത്തെയ്യം. ഓ ശരി. അത് അങ്ങനെയുള്ള തെയ്യം നിങ്ങൾ മാത്രം ആരാധിക്കുന്ന തെയ്യാണോ, അതോ വേറെ എന്തെങ്കിലും അതിൻ്റെ എന്തെങ്കിലും ഒരു ഇതിട്ടാ മലോൻ തെയ്യം എന്ന് പറയുന്നത്? അതെ അതെ അല്ലേ. പ്രാഥമികമായിട്ടുള്ള ഒരു അനുഭവമായിട്ടുള്ള സ്ഥലം. അതെ അല്ലേ. അവിടെ ശരിക്കും കയറാൻ പറ്റില്ല. ഓ അത് ശരി. അശുദ്ധിയായി കഴിഞ്ഞാൽ വെളിച്ചപ്പാടായിട്ട് അമ്പും വിലും കൊണ്ട് വരേണ്ട ആളാണ്. കർമ്മങ്ങളും അത് നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ടവർ തന്നെയാണ്. അവിടെയാണ് തെയ്യത്തിന്റെ കുറി കാണുന്ന സ്ഥലം. അത് ശരി. ഒരുപാട് വർഷം അത് ശരി. അത് ശരിക്കും കായം അതിന്റെ ആൾക്കാർ വരും. കോട് സമുദായത്തിൽപ്പെട്ട. അത് ശരി. അത് എവിടെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നത് എവിടെയാ? ഇവിടെ പിന്നെ നമ്മുടെ അമ്പലത്തിന് കുറച്ച് ഇപ്പറില്ല. അവിടെ കച്ചവടമൊക്കെ ഇവിടെ അല്ലേ. ഇവിടെ പൂക്കടയ്ക്കുള്ള. ഓ അത് ശരി. ഓ അത് ശരി. അവിടുത്തെ കുറിയാണ് ഇവിടെ വരും. അതെ അല്ലേ. ആയില്യാർക്കാവ് അതിന്റെ അടുത്ത് തന്നെയാ. ഓ അത് ശരി. ഇതാണ് നമസ്തേ. എന്തായിരുന്നു പേര്? കേളപ്പൻ. അത് ശരി. നിങ്ങളാണ് ഇപ്പോഴത്തെ സ്ഥാനികനല്ലേ. ഞാനൊരു ഒരു ചാനലിൻ്റെ ഇതുണ്ട്, അതുകൊണ്ട് ഇവരോടൊന്ന് ചോദിച്ചതാണ് ഇതിൻ്റെ കാര്യങ്ങളൊന്ന് അറിയാൻ വേണ്ടിയിട്ട്. എല്ലാം പുള്ളി കുറേ മോൻ പറഞ്ഞു തന്നു. സന്തോഷം. ഞാൻ കണ്ണൂരാണ്. പുള്ളി പറഞ്ഞു മരുമക്കത്തായ സമ്പ്രദായമാണ്. അങ്ങനെ നിങ്ങളിപ്പോൾ ആയിട്ട് എത്ര വർഷമായി? 18 വർഷത്തോളമായി അല്ലേ. ശരി. ശരി. നമസ്തേ. I like
പിന്നെ അവിടെ കുത്തും നല്ല പ്രാർത്ഥിച്ച് നിങ്ങളുടെ പ്രാർത്ഥന കുത്തും. ഇനി ഇവിടെ അങ്ങനെയല്ലേ കിട്ടിയാ Halo.